ഇത് ഈ നട്ടുച്ചയ്ക്കാണോ അമ്പലമാവനെ വിളിച്ച് കിടന്നുറങ്ങുന്നത്? ആരെ ഈ ടേപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചത്? ഇവൾക്ക് നന്നായി ഉറങ്ങാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഇത് ഓഫാക്കാം. എടി ലക്ഷ്മി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്ത്? ഉറങ്ങുമ്പോൾ കൂടി ഇവളെ ഫ്രണ്ട് ലക്ഷ്മിനെ ഓർമ്മിച്ചാണ് ഉറങ്ങുന്നത്? ഇവളെ എണിപ്പിക്കാം. ഡി പാറു, എണിക്കടി, എണിക്ക്. ഇവളിപ്പോഴൊന്നും എണിക്കുന്ന മട്ടില്ല. ഒരു ഐഡിയ ഉണ്ട്. അമ്പിളിയമ്മാവ മനത്തിങ്ങനെ നിൽക്കാണോ, താഴോട്ട് വന്നാലോ, നിങ്ങൾ പാറുവിന്റെ ഓറിയോ ബിസ്ക്കറ്റ് തരാം. എന്ത്? ഓറിയോ ബിസ്ക്കറ്റാ? ഓറിയോ ബിസ്ക്കറ്റ് എന്ന് കേട്ടപാടി എണീച്ചു നോക്കിയേ. എടി അമ്മാച്ചി, നീ എന്തിനാടി എന്റെ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുന്നത്? അല്ലെങ്കിലും ബിസ്ക്കറ്റ് എന്തിനാ കയ്യിൽ വെക്കുന്നത്? തിന്നാൻ വേണ്ടിയിട്ടല്ലേ? എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. എന്ത്? എന്റെ ബിസ്ക്കറ്റ് നീ തിന്നുന്നതാ? എനിക്ക് അത്രയും ധൈര്യമുണ്ടോ? ദുഷ്ട! എന്താ പറഞ്ഞു എന്നെ വിളിച്ചത്? ദുഷ്ടനാ? ഞാനാണോട് ദുഷ്ടൻ? ഇത് നീ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ഒന്നുമല്ലല്ലോ, അച്ഛൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് അല്ലേ? ഞാൻ തിന്നാതിരിക്കും. അതല്ല അമ്മച്ചി, അച്ഛൻ എനിക്കല്ലേ ഗുഡ് ഡേ ബിസ്ക്കറ്റ് കൊണ്ടുവന്നത്? അത് നീ തിന്ന്. ഈ ഓറിയോ ബിസ്ക്കറ്റ് എനിക്കല്ലേ കൊണ്ടുവന്നത്? എന്ത് ഗുഡ് ഡേ ബിസ്ക്കറ്റാ? അതല്ലേ നീ തിന്നത് നൂഡിൽസ് കൊണ്ട്? എന്ത്? ഞാൻ തിന്നാ? എടി അമ്മച്ചി, വെറുതെ കളവ് പറയല്ല. എന്ത്? ഞാൻ കളവ് പറയുന്ന? ഇന്നലെ രാത്രി നീ എന്ത് ചെയ്തതെന്ന് നിനക്കറിയോ? എന്താ ചേച്ചി ഞാൻ ചെയ്തേ? എന്താ ചെയ്തതെന്നാ? മേലെ നോക്ക്, ഫ്ലാഷ് ബാക്കിൽ പറയുന്നു. എടി മാളു, പാതിരാത്രിയിൽ എവിടെയാണ് പോകുന്നത്? ഡേ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടെയാടി പാട്ട് പാടി പോകുന്നത്? ഡേ, അവിടെ നിൽക്കടി. നടുരാത്രിയിൽ എവിടേക്കാണാവോ ഇവൾ പോകുന്നത്? എവിടേക്കാണാവോ ഇവൾ പോകുന്നത്? പിന്നാലെ പോവാം. ഇവൾ ഈ പാട്ടും പാടി എങ്ങോട്ടാണാവോ പോകുന്നത്? ഇവൾ എന്തിനാ ഇപ്പൊ സ്നാക്സ് ബോക്സ് തുറക്കുന്നത്? ഗുഡ് ബിസ്ക്കറ്റ്. എടി പാറു, അതെന്ത് ബിസ്ക്കറ്റ് ആടി? അതെനിക്കതാ. എന്റെ കയ്യിലുള്ളത് ഗുഡ് ഡേ, നവംബർ 14 ചിൽഡ്രൻസ് ഡേ, സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ, ഞാൻ ജനിച്ച ദിവസം എനിക്ക് ബർത്ത്ഡേ. ഇതെന്താ ഇവൾക്ക്? ഇതെന്താ പറ്റിയേ? സമ്മതമില്ലാണ്ട് പാട്ടൊക്കെ പാടുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. ഈ ഗുഡ് ബിസ്ക്കറ്റ് ഞാൻ തിന്നാൻ പോവുകയാണ്. എന്ത്? എന്റെ ഗുഡ് ബിസ്ക്കറ്റ് നീ തിന്നാൻ തോന്നുന്നോ? നിക്കവിടെ, ഞാനിതാ വരുന്നു. ഡി നൂഡിൽസ് വേണ്ടേ? താടി എന്റെ ബിസ്ക്കറ്റ്. എന്താ ആന്റി, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആന്റിയോ? ആരാടി ആന്റി? നിങ്ങളെ ആന്റി ഞാൻ വിളിച്ചത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഡി പാറു, ആദ്യം എന്റെ ആ ബിസ്ക്കറ്റ് താ. സോറി ആന്റി, ആ ബിസ്ക്കറ്റ് തരാൻ പറ്റില്ല. അത് കുട്ടികൾ തിന്നുന്ന ബിസ്ക്കറ്റാ, മുതിർന്നവരത് തിന്നാറില്ല. നീ തരില്ലല്ലോ ബിസ്ക്കറ്റ്. ഇതാ ഞാൻ എങ്ങനെയാ അത് വാങ്ങിക്കുന്നത് നോക്കോ. ഡി ചേച്ചി, എന്റെ ബിസ്ക്കറ്റ് താ. ഞാൻ ചേച്ചിയാണെന്ന് നോക്കില്ല, താ എന്റെ ബിസ്ക്കറ്റ്. ഇപ്പൊ നോക്കടി എങ്ങനെയാ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് വന്നതെന്ന്. ശരി, ഇപ്പൊ നീ ബിസ്ക്കറ്റ് തരുന്നില്ലല്ലേ? നാളെ രാവിലെ വാ, എന്റെ അടുക്കൽ തന്നെയല്ലേ വരുന്നത്. അപ്പൊ നോക്കടി നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. കയ്യിലെ ആകാശം കൊണ്ട് വന്ന ആകാശം കുട്ടേ ബിസ്ക്കറ്റ് എന്ന് സ്വന്നപ്പോതും. നീ വാ മോളെ, ഇപ്പൊ നീ പാട്ടൊക്കെ പാടിയിട്ട് ഇവിടെ ഇരുന്നു. രാവിലെ എൻ്റെ അടുക്കൽ എന്നല്ലേ വരുന്നത്? നമുക്ക് അപ്പം നോക്കാട്ടോ. ഇതാടി ഇന്നലെ നടന്നത്. സോറി ചേച്ചി, വർക്കിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. അതിന് വർക്കിൽ നടന്നതല്ലേ, അതിന് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് വർക്കിൽ നടന്നതെന്നാ? ആരെയാടി നീ കളിപ്പിക്കുന്നത്? നീ കള്ളം പറയണല്ലേ? ശരിക്കും ചേച്ചി, അത് വർക്കിൽ നടന്നതാ. എനിക്കത് ഓർമ്മ പോലും ഇല്ല. എന്ത് വർക്കിൽ നടന്നതെന്നാ? വർക്കിൽ നടന്നതാണെങ്കിൽ നീ രാത്രി വേറെ ഏടും പോവാതെ കിച്ചണിൽ തന്നെ പോയി എന്റെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് നോക്കിയിട്ടെടുത്തത് വർക്കിൽ നടന്നതെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? വിശ്വസിച്ചത് തന്നെ. പ്ലീസ് ചേച്ചി, ശരിക്കും അത് വർക്കിൽ നടന്നതാ, എന്നെ വിശ്വസിക്കേ. അതെന്തായാലും പ്രശ്നമില്ല. നീ എന്റെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുത്തു തന്ന, അതുകൊണ്ട് ഞാൻ നിന്റെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തു തന്നു. മതിയാ? ഡി ഞാൻ പറഞ്ഞില്ലേ ഞാനത് വർക്കിൽ തന്നതാന്ന്. നിക്ക്, നിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ. നീ എന്ത് വേണേലും ചെയ്തോ. ഒന്നുകിലും നീ തിന്ന ആ ഗുഡ് ഡേ ബിസ്ക്കറ്റ് എനിക്ക് താ, അല്ലെങ്കിൽ നിന്റെ ഈ ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ തിന്നു. ചേച്ചി, ഗുഡ് ഡേ ബിസ്ക്കറ്റ് എന്റെ ബാറ്റിന്റെ ഉള്ളിലുള്ളത്, അതെങ്ങനെ ഞാൻ തരും? സോറി, എന്നാൽ ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റും എന്റെ ബാറ്റിനകത്താക്കാം. അവിടെ നിന്ന് വന്ന് നീ എടുത്തോട്ടോ.
ഡി ചേച്ചി എന്റെ ഓറി ബിസ്ക്കറ്റ് താ. ഡി അമ്മു കയ്യിൽ നിന്ന് വിട്, ആ ബിസ്ക്കറ്റ് എനിക്ക് താ. ഞാൻ വിടില്ല, ഇത് എന്റെ ബിസ്ക്കറ്റ്, നീ കയ്യിൽ നിന്ന് വിട് ചേച്ചി. ഡി നൂഡിൽസ് മണ്ട, വിടടി കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ്. ഏയ് എന്തിത് അടി കൂടിയിട്ട് നിർത്തി എടുക്കുന്നത്? നോക്കമ്മേ, ഇവളെന്റെ ഓറി ബിസ്ക്കറ്റ് എടുത്തു തന്നു. അമ്മ ഇവളെന്റെ ഗുഡ് ബിസ്ക്കറ്റ് എടുത്തു തന്നു അമ്മ, അതുകൊണ്ടല്ലേ ഞാൻ ഇവളുടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തു തന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുഞ്ഞുങ്ങളല്ലേ, ഒന്നടുത്ത് വന്നേ, എൻ്റെ അടുക്കലേക്ക് വന്നേ. എന്തിനാ അമ്മ എൻ്റെ ഗുഡ് ബിസ്ക്കറ്റ് അമ്മയുടെ കയ്യിലുണ്ടോ? എന്തിനാ അമ്മ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടോ അമ്മേൻ്റെ കയ്യിൽ? അതൊക്കെയുണ്ട്, ഞാൻ പറയാം. രണ്ടുപേരും മിണ്ടാതെ എൻ്റെ അടുത്ത് വന്നേ. എട്ടിഷ്കോ രണ്ടുപേർക്കും കിട്ടിയില്ലേ, ഇനി പൊയ്ക്കോട്ടാ. എന്തുവാ ചേച്ചി ഇത്? അമ്മ എന്താ ജാക്കി ചാനാവാൻ പഠിക്കുവാണോ? ഒരു ഇടയിൽ തന്നെ നമ്മൾ താഴെയാണല്ലോ. ഒന്നും മിണ്ടാതിരിക്കുമാളോ, വീണിട്ട് എൻ്റെ നടു എന്നോടിഞ്ഞു. ആരോ വന്നു എന്നാ തോന്നുന്നത്, നമുക്ക് നോക്കാലോ ആരാണെന്ന്. താനേതാ പുതിയ അവതാരം? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ട് പോലുമില്ലല്ലോ. മാഡം, നിങ്ങൾ ഗുഡ് ബിസ്ക്കറ്റ് തിന്നാറുണ്ടോ? അതെയല്ലോ, നിങ്ങൾ ഗുഡ് എപ്പോഴും തിന്നു. അതുകൊണ്ട് മാഡം നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. ഒരു വർഷത്തേക്കുള്ള ഗുഡ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്നു. ഇതാ മാഡം നിങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള ഗുഡ് ബിസ്ക്കറ്റ്. ഒരു വർഷത്തേക്കുള്ള ഗുഡ് ബിസ്ക്കറ്റ്. തോന്നുന്നല്ലോ, നീ പോയി വാതിൽ തുറക്ക്. ഹലോ മാഡം, ഞങ്ങൾ ഓറിയോ ബിസ്ക്കറ്റ് കമ്പനിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഓറിയോ ബിസ്ക്കറ്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഇതാ മാഡം നിങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള ഓറിയോ ബിസ്ക്കറ്റ്. എന്ത്, ഒരു വർഷത്തേക്കുള്ള ഓറിയോ ബിസ്ക്കറ്റോ? അതും ഞങ്ങൾക്ക് സമ്മാനമായിട്ടോ? അതെ മാഡം, താങ്ക് യു, ഞാൻ പോവാണ്. ഒരു വർഷത്തേക്കുള്ള ഓറിയോ ബിസ്ക്കറ്റ്, ഒരു വർഷത്തേക്കുള്ള ഗുഡ് ബിസ്ക്കറ്റ്. ചേച്ചി നോക്കിക്കേ, ഇനി നമ്മുടെ വീട് മുഴുവനും ഓറിയോ ബിസ്ക്കറ്റും ഗുഡ് ബിസ്ക്കറ്റും. എടീ മാളു, അമ്മു എണീക്ക്, എത്ര സമയമായി നിങ്ങൾ വിളിക്കുന്നത്? ഓറിയോ ബിസ്ക്കറ്റ് അമ്മേ, ഓറിയോ ബിസ്ക്കറ്റ് എവിടെ അമ്മേ? എന്റെ സമ്മാനം ഓറിയോ ബിസ്ക്കറ്റ്, ഗുഡ് ബിസ്ക്കറ്റ്, എന്റെ സമ്മാനം എവിടെയാ അമ്മേ? എന്താ മാളു ഉറക്കിലെന്തായി പിച്ചും പേയും പറയുന്നത്? എണീറ്റ് വാ, സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി, എണീക്ക്. ചേച്ചിനെ വിളിച്ചോണ്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്, വേഗം വാ. പെട്ടെന്ന് എണീച്ചു പോകാം, ചേച്ചിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടട്ടെ. ചേച്ചി നന്നായി ഉറങ്ങാണല്ലോ. ചേച്ചി എന്ത് സ്വപ്നാണാവോ ഇനി കാണാൻ പോകുന്നത്.